Hi friends, welcome to Learn Programming in Malayalam. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് C#ലുള്ള ആക്സസ് മോഡിഫയേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ അത് ആദ്യം കൺസെപ്റ്റ് നോക്കിയതിന് ശേഷം കോഡിങ് നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള കോഡിങ്ങിലൊക്കെ നമ്മൾ കുറേ കീവേഡ്സ് പബ്ലിക് എന്നൊക്കെ പറയുന്ന കീവേഡ്സ് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അത് എന്താണെന്നും അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ എന്തിനാണ് കൊടുക്കുന്നതെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആക്സസ് മോഡിഫയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻലി ഒരു പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഒരു മെത്തേഡിൻ്റെയൊക്കെ ഒരു വിസിബിലിറ്റി കൺട്രോൾ ചെയ്യാനായിട്ടാണ്. ഒരു ക്ലാസ്സിൻ്റെ അകത്തുള്ള കാര്യങ്ങളുടെ വിസിബിലിറ്റി എക്സ്റ്റേണലി ഉള്ള ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഉള്ള വിസിബിലിറ്റി കൺട്രോൾ ചെയ്യാനായിട്ടാണ് ആക്സസ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. C#ൽ മെയിനായിട്ട് 4 ടൈപ്പ് ആക്സസ് മോഡിഫയേഴ്സ് ആണുള്ളത്. ഒന്ന് പബ്ലിക്, പിന്നെ പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, പിന്നെ ലാസ്റ്റ് വൺ ഇൻറ്റേർണലാണ്. അപ്പോൾ ഇൻറ്റേർണൽ അസംബ്ലി ലെവൽ കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ അഡ്വാൻസ്ഡ് കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ആദ്യത്തെ 3 ടൈപ്പാണ്. അപ്പോൾ ഫസ്റ്റ് വൺ പബ്ലിക് എന്ന് പറയുന്നത് കോഡ് ഈസ് വിസിബിൾ ഫോർ ഓൾ ദി ക്ലാസ്സസ്. അതായത് നമ്മൾ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്ലാസ്സിലും അത് ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്ലാസ്സിലും അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും ഒക്കെ ആ ഒരു പ്ലേസിലൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ക്ലാസ് വേരിയബിൾസ് അല്ലെങ്കിൽ മെത്തേഡ്സൊക്കെ പബ്ലിക്കിൽ എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും. അതിന് പബ്ലിക് എന്ന് പറയുന്ന ഒരു ആക്സസ് മോഡിഫയർ കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആണ്. അപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കീവേഡിൻ്റെയൊക്കെ ഒരു ഇംഗ്ലീഷ് മീനിങ് തന്നെയാണ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ വരുന്നത്. അത് ആ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് മാത്രമേ അതിന് ആക്സസ് ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ പ്രൊട്ടക്റ്റഡും നമുക്ക് പ്രൈവറ്റ് പോലെയൊക്കെ തന്നെയാണ്. അതായത് ആ ഒരു ക്ലാസ്സിലും അല്ലെങ്കിൽ അത് ഇൻഹെറിറ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു ചൈൽഡ് ക്ലാസ്സിലും മാത്രമായിരിക്കും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു മെമ്പറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൻ്റെ ആക്സസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ചൊരു ആക്സസ് മോഡിഫയർ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് C# അത് പ്രൈവറ്റ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഗ്രാമിങ്ങിലൊക്കെ പറയുന്ന ഒരു മെയിൻ ഒരു കൺസെപ്റ്റാണ് ഡാറ്റ എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റയൊക്കെ പബ്ലിക്കലി വിസിബിൾ ആക്കാതെ അത് ഹൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡാറ്റ എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക്കാക്കി വെക്കുകയും അല്ലെങ്കിൽ നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഹൈഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ആക്സസ് മോഡിഫയേഴ്സ് C#ൽ യൂസ് ചെയ്യുന്നത്. ഇത് C# മാത്രമല്ല ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ലാംഗ്വേജിലും ഈ ഒരു കാര്യങ്ങൾ ഉള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ആക്ച്വൽ പ്രാക്ടിക്കൽ കോഡിങ്ങിലേക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഞാനിവിടെ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്ത് ഇവിടെ കോളേജ് 1 എന്ന് പറയുന്ന ഒരു ക്ലാസ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ഈ ഒരു 2 ക്ലാസ് വെച്ചിട്ടായിരിക്കും പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഫീൽഡ്സ് 3 ഫീൽഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പബ്ലിക്കായിട്ടും സെക്കൻഡ് വൺ പ്രൈവറ്റ് ആയിട്ടും തേർഡ് വൺ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട നമ്മൾ ഡാറ്റ ടൈപ്പ് കൊടുക്കുന്നതിന് മുമ്പാണ് ഈ ഒരു ആക്സസ് മോഡിഫയർ സ്പെസിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത എക്സാമ്പിളിലൊക്കെ നമ്മൾ പബ്ലിക് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അത് ആ ഒരു സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നില്ല. അപ്പോൾ ഇവിടെ പ്രൈവറ്റും പ്രൊട്ടക്റ്റഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയിം, ഏജ്, ലൊക്കേഷൻ എന്ന് പറയുന്ന 3 വാല്യൂസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു ഡിഫോൾട്ട് വാല്യൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോക്കസ് ഈ ഒരു ആക്സസ് മോഡിഫയർ ആയതുകൊണ്ടാണ് നമ്മൾ ഡിഫോൾട്ട് വാല്യൂ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ഒബ്ജക്റ്റ് ഇതിന് ഉണ്ടാക്കി നോക്കാം. ആദ്യം ഞാനിവിടെ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യാവുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നെയിം എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. അപ്പോൾ അത് നമ്മൾ ഇതുവരെ ചെയ്ത കാര്യം തന്നെയാണ്, കാരണം ഇത് പബ്ലിക്കാണ്. അപ്പോൾ ഇത് നമുക്ക് ക്ലാസ്സിൻ്റെ പുറത്ത് ഇവിടെ ഒന്ന് ആക്സസ് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മളിവിടെ ഈ ഒരു വാല്യൂവിനെ ഇവിടെ ഡയറക്റ്റ്ലി പ്രിൻ്റ് ചെയ്യാണ്. s.name എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോഡ് റൺ ചെയ്ത് നോക്കാം. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. കാരണം ഇത് പബ്ലിക് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്ലാസ്സിൻ്റെ പുറത്തും ഇതിന് ആക്സസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി ഇതിനെ ഇവിടെ പ്രിൻ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ അതാണ് പബ്ലിക് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ്സിൻ്റെ അകത്ത് മാത്രമല്ല ക്ലാസ്സിന് പുറത്തും അതിന് ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കും.
അപ്പോൾ ഇത് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു കോളേജ് 1 എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ ക്ലാസ്സിനകത്തും ഈ നെയിം എന്ന് പറയുന്നത് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പറഞ്ഞ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് പ്രൈവറ്റ് ആണ്. അപ്പോൾ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്കിവിടെ ആക്സസ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ s.age എന്ന് പറഞ്ഞ് ഇവിടെ വിളിക്കുന്നു. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു എററാണ് വരുന്നത്. അപ്പോൾ ആ എറർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും student.age ഈസ് ഇൻആക്സസിബിൾ ഡ്യൂ ടു ഇറ്റ്സ് പ്രൊട്ടക്ഷൻ ലെവൽ. അതായത് ഏജ് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് പ്രൈവറ്റ് ആണ്, അപ്പോൾ അത് പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ നമുക്കൊരു പ്രൊട്ടക്റ്റഡ് മീൻസ് ആ ഒരു ക്ലാസ്സിൻ്റെ അകത്തെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഞാനിത് റൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു എററാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ഈ ഒരു കാര്യം നമുക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിനെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് നമ്മളിവിടെ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പബ്ലിക് മെത്തേഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് വേരിയബിൾസിന് മാത്രമല്ല മെത്തേഡ്സിനും ഇതുപോലെ ആക്സസിബിലിറ്റി സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഗെറ്റ് ഏജ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് പബ്ലിക്കാണ്. അപ്പോൾ അതിൽ നമ്മൾ റിട്ടേൺ ചെയ്തിരിക്കുന്നത് ഏജ് ആണ്. പക്ഷേ ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് ഏജ് പ്രൈവറ്റ് ആണെങ്കിൽ നമുക്ക് ക്ലാസ്സിൻ്റെ അകത്ത് അത് ആക്സസിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പുറത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഗെറ്റ് ഏജ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. അപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഒരു ക്ലാസ്സിൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് പുറത്തേക്ക് ഔട്ട്സൈഡ് വേൾഡിലേക്ക് അത് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു എൻകാപ്സുലേഷൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ ആക്ച്വലി ഈ ഒരു കോഡ് ഈ ഒരു മെത്തേഡിൻ്റെ അകത്ത് എന്താണെന്നൊന്നും ഈ ഒരു കോൾ ചെയ്യുന്ന എൻഡിൽ യൂസർ അല്ലെങ്കിൽ അവർ അറിയുന്നില്ല. അതിനകത്തുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പലതും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഏജ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു റിയൽ വേൾഡ് അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾസിലൊക്കെ വരുമ്പോൾ പല കാര്യങ്ങളും പ്രൈവറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ ഉണ്ടാകും. പക്ഷേ അത് യൂസ് ചെയ്യുന്ന എൻഡിൽ അതൊന്നും അറിയുന്നില്ല. ജസ്റ്റ് ആ ഒരു മെത്തേഡ് മാത്രമേ വിളിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഔട്ട്സൈഡ് വേൾഡിലേക്ക് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ പ്രൊട്ടക്റ്റഡ് വൺ നമുക്കിവിടെ ആക്സസ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ലൊക്കേഷൻ എന്ന് പറയുന്ന വേരിയബിളാണ്. അപ്പോൾ ആ ലൊക്കേഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴും സ്റ്റിൽ ഒരു എററാണ് വരുന്നത്. കാരണം ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ പ്രൊട്ടക്റ്റഡിൻ്റെ നമ്മളിവിടെ ഡെഫിനേഷൻ നോക്കിയായിരുന്നു. കാരണം പ്രൊട്ടക്റ്റഡ് ആ ഒരു വിത്തിൻ ദ സെയിം ക്ലാസ് ഓർ ദ ക്ലാസ്സസ് വിച്ച് ഇൻഹെറിറ്റ്സ് ഫ്രം ദ ക്ലാസ്. അതായത് ഈ ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ക്ലാസ്സിലോ അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിൻ്റെ സബ് ക്ലാസ്സസിൽ മാത്രമേ ഈ ഒരു കാര്യം ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയാലും നമുക്ക് നേരത്തെ പോലെ ഒരു എറർ ആയിരിക്കും വരുന്നത്. പക്ഷേ ഈ ഒരു ക്ലാസ്സിനെ അല്ലെങ്കിൽ ഈ ഒരു വേരിയബിളിനെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് ഈ ഒരു ചൈൽഡ് ക്ലാസ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചൈൽഡ് ക്ലാസ്സിൽ ഈ പറഞ്ഞ പോലെ ഒരു പബ്ലിക് മെത്തേഡ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കിത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് ആ ഒരു ക്ലാസ്സിൻ്റെ അതായത് കോളേജ് 1 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യത്തിനെ കോൾ ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു പബ്ലിക്കായിട്ടുള്ള സ്ട്രിങ് റിട്ടേൺ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് C1 ഡോട്ട് എന്താണ് ഇവിടെ ഗെറ്റ് ലൊക്കേഷൻ എന്ന് പറയുന്ന മെത്തേഡിനെ വിളിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു മെത്തേഡ് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യം നമുക്കിവിടെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ആണെങ്കിലും ഈ ഒരു സബ് ക്ലാസ്സിൽ നമുക്ക് ഡയറക്റ്റ് അത് ആക്സസ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതൊന്ന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഔട്ട്പുട്ട് വരുന്നതാണ്. ഇവിടെ കൊച്ചി എന്ന് പറയുന്ന ഒരു കാര്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൈവറ്റ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സബ് ക്ലാസ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഈ ക്ലാസ്സിൻ്റെ അകത്ത് അതായത് ഈ കോളേജ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്ത് ഡയറക്റ്റ്ലി ഇതിന് ഒരു ആക്സസ് ഉണ്ട്. കാരണം ഇത് പ്രൊട്ടക്റ്റഡ് ആയതുകൊണ്ട് ഇത് ഈ ഒരു ക്ലാസ്സിലും അതിൻ്റെ ഇൻഹെറിറ്റ് ചെയ്യുന്ന ആ ക്ലാസ്സസിലും ഇതിന് ആക്സസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ബൈ ഡിഫോൾട്ട് നമ്മൾ ഈ ഒരു കാര്യം ഒന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് പ്രൈവറ്റ് ആയിട്ടായിരിക്കും C# അതിനെടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളിവിടെ വെറുതെ ഒരു വേരിയബിൾ നെയിം 2 എന്ന് പറയുന്ന
name2 എന്ന് പറയുന്ന ഒരു വേരിയബിൾ അവിടെ ഡിഫൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം എടുക്കുന്നത് അതിൻ്റെ ആക്സബിലിറ്റി ഡിഫോൾട്ട് ആക്സബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് നമുക്ക് പ്രൈവറ്റ് ആയിട്ടായിരിക്കും C# അതിനെ കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ, പക്ഷേ എപ്പോഴും ഈ ഒരു കാര്യം കൊടുത്ത് കോഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം കോഡ് കുറച്ചും കൂടി റീഡബിലിറ്റി അല്ലെങ്കിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് അത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ഒരു ക്ലാസ് വേരിയബിൾസിന് മാത്രമല്ല മെത്തേഡ്സിനും ഈ പറയുന്ന പോലെ പബ്ലിക് എന്നും പ്രൈവറ്റ് എന്നും പ്രൊട്ടക്റ്റഡ് എന്നുള്ള ആക്സസ് മോഡിഫയർ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതും ആ ഒരു രീതിയിൽ തന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഒരു രീതിയിൽ തന്നെ ഈ ഒരു കാര്യം വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഡാറ്റ എൻക്യാപ്സുലേഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ള അതാണ് ഇതിൻ്റെ ഒരു പ്രൈം പർപ്പസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രോഗ്രാമിങ്ങിൽ നമുക്ക് ജനറലി ഇത് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആക്സസ് മോഡിഫയർ. അപ്പോൾ ഇത് ഈ നോട്ട്സ് എല്ലാവരും നമ്മൾ കണ്ടൻറ് സെക്ഷനിൽ ഈ ഒരു നോട്ട്സും കൂടി കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യണമെങ്കിൽ റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.